കൂട്ടുകാരെ വാ, നമുക്കിന്ന് കുട്ടിയും കോലും കളിക്കാം. കുട്ടിയും കോലും നമുക്ക് പിന്നെ കളിക്കാം. ആദ്യം ചെന്ന് നല്ലോണം ചാട്ട് കഴിക്കാം. എന്താണ് ചിണ്ടു, ആദ്യം നമുക്ക് കുട്ടിയും കോലും കളിക്കാം. രാവിലെ ചാട്ട് കഴിച്ചാൽ അന്നത്തെ ദിവസം ഭാഗ്യമുള്ളതായിരിക്കും. ഇവനെ കളിക്കാൻ അറിയില്ലെന്നേ, അതുകൊണ്ടാ മുങ്ങാൻ ശ്രമിക്കുന്നത്. എന്നാ വാ, നമുക്ക് കളിച്ചു നോക്കാം. ഞാൻ അടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, നേരെ അങ്ങ് സ്പേസിലേക്ക് പോകും. പിന്നീട് എന്റെ കൂടെ ചാട്ട് കഴിക്കാൻ വരണം. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ വീറിനെ കുറിച്ച് ബോസിന് റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കാൻ പോവാ. നമുക്ക് നോക്കാം ദിവസം മുഴുവൻ വീർ എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് അറിയണമല്ലോ. അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം തിക്കിടം തം ദമാധം. അയ്യോ മാറിക്കോ. എടാ ചിണ്ടു, നീ ഇത് എന്ത് പണിയാ കാണിച്ചേ? സോറി, അറിയാതെ പറ്റിപ്പോയതാ. നിങ്ങളെല്ലാരും പാർട്ടി എൻജോയ് ചെയ്, ഞാനിപ്പോ വരാം. ഇവൻ വലിയ മജീഷ്യനാണെന്നാ തോന്നുന്നേ. മജീഷ്യനാണ് ബോസ്. ഇതിലെവിടെയും കയറട്ടില്ലല്ലോ. നീ എവിടെ നിന്നാണ് പൊട്ടി വീണത് മണ്ണുണ്ണി? ബോസ് ബോസ്, വീറിന്റെ ഒരു മജീഷ്യൻ ഫ്രണ്ട് ഉണ്ട്. അല്ലല്ല, മജീഷ്യന്റെ ഫ്രണ്ടാണ്. നീ എന്താണ് പിച്ചും പേയും പറയുന്നോ? ബോസ് ബോസ്, വീറ് മാജിക് വീറ് ഫ്രണ്ട് അല്ല, മാജിക് ഫ്രണ്ട് മാജിക് ഫ്രണ്ട് എന്താണ് ഈ പറയുന്നത്? ഒരു മിനിറ്റ് ബോസ്, ഒരൊറ്റ മിനിറ്റ്. ശ്വാസം ഒന്ന് വിട്ടോട്ടെ. ഇപ്പൊ ശരിയായി. ബോസേ, വീറിന്റെ കൂട്ടുകാരൻ ചിണ്ടു ഇല്ലേ, അവനൊരു വലിയ മജീഷ്യനാ. അവൻ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു, പിന്നെ പ്രത്യക്ഷമാകുന്നു. അവൻ എല്ലാ തരത്തിലുള്ള മാജിക്കും ചെയ്യുന്നുണ്ട് ബോസ്. അതുകൊണ്ടാണ് ബോസ് നമുക്ക് ഇതുവരെ വീറിനെ തോൽപ്പിക്കാൻ കഴിയാത്തത് ബോസ്. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ വേഗം ചെന്ന് അവന്റെ കൂട്ടുകാരന്റെ സീക്രട്ട് മനസ്സിലാക്ക്. ഒരൊറ്റ പ്രാവശ്യം അവൻ നമ്മുടെ കസ്റ്റഡിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രയും വേഗം ആ വീറിന്റെ കഥയങ്ങ് കഴിക്കാൻ പറ്റോ? അവന്റെ വീക്ക്നെസ് ചാട്ടാണ് ബോസ്. ചാട്ടിന് വേണ്ടി അവൻ എന്തു വേണമെങ്കിലും ചെയ്യും, എന്തു വേണമെങ്കിലും. എന്റെ ഈ ബുദ്ധി കൂടിയ ബ്രെയിനിൽ ഒരു നല്ല ആശയം സൂര്യനെ പോലെ ഉദിച്ചു വരുന്നുണ്ടടാ. ഐ ആം ഹാഡ്ലി മാഡ്ലി ജീനിയസ്. You are genius, boss. Ugly muggly genius. Meow. ഷീസ് റൈറ്റ് ബോസ്, ഷീസ് റൈറ്റ്. പക്ഷെ ഈ ആഡ്ലി മാഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആഡ്ലി മാഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് ബോസ്? എല്ലാവരും വരൂ 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 വരൂ, കയറി വരൂ. അടിപൊളി രുചിയുള്ള ചാട്ട് കഴിക്കൂ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ആരെങ്കിലും ഇവിടെ റോബോബോയുടെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചാട്ട് കൊടുക്കാൻ തയ്യാറാണ്. ചാട്ട്, എല്ലാവരും വരൂ, വേഗം വേഗം വരൂ. ഞാൻ റോബോബോയുടെ ഫ്രണ്ടാണ്. എന്റെ പേര് ചിണ്ടു എന്നാ. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നീ റോബോബോയുടെ കൂട്ടുകാരനാ? സത്യമാണോ? നീ വലിയ ഭാഗ്യവാനാണ് ചിണ്ടു. വേഗം ചെല്ലടാ, ചിണ്ടുവിന് ആവശ്യമുള്ള എല്ലാ ചാട്ടും കൊണ്ടുപോവാ. വേഗം വേഗം ആയിക്കോട്ടെ. കഴിക്ക് മോനെ ചിണ്ടു. ഞാനൊരു കാര്യം കേട്ടല്ലോ, റോബോബോയുടെ കയ്യില് ഗാഡ്ജറ്റ്സ് ഉണ്ടെന്ന് കേട്ടായിരുന്നല്ലോ. പിന്നെ ഓരോരോ സ്യൂട്ട്സും ഒരേ സമയത്ത് 7 രീതിയിൽ അവന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കേട്ടല്ലോ. എന്റെ ഫ്രണ്ട് വേറെ 7 ഡ്രസ്സിംഗ് സ്യൂട്ടിൽ വരും. അവനുണ്ടല്ലോ, അവൻ വിചാരിച്ച എന്ത് വേണമെങ്കിലും നടക്കും. അവനെ എല്ലാ സൂട്ടും ധരിപ്പിച്ച് കുറച്ചു നേരത്തേക്ക് ഇവിടെ എത്തിച്ചാൽ, അത് മാത്രമല്ല 7 രൂപത്തിലും അവൻ ഇവിടെ എത്തിച്ചാൽ ഞാൻ നിനക്ക് ജീവിതകാലം മുഴുവൻ ചാട്ട് തരാം. ഞാൻ അവന്റെ ഫാനായി പോയി. അവന്റെ 7 രൂപത്തിലുള്ള ഫോട്ടോ എനിക്ക് എടുക്കണം. അതിന് നിനക്ക് ഞാൻ ചാട്ട് കഴിക്കാൻ തരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്, നിന്റെ കൂട്ടുകാരൻ ഇങ്ങോട്ട് വിളിക്കോ? കുറച്ചു സമയത്തേക്കല്ലേ. എന്റെ മാജിക് പവർ കൊണ്ട് വീറിന്റെ ക്ലോൺസ് ഉണ്ടാക്കാം. എന്നിട്ട് അതെല്ലാം ഇവിടെ വരുത്താം. ഇവനും സന്തോഷായിക്കോളും. പിന്നെ എനിക്ക് ജീവിതകാലം മുഴുവൻ ഫ്രീ ആയിട്ട് ചാട്ട് കഴിക്കാലോ. ഇവന്റെ ചാട്ടിന് എന്തൊരു ടേസ്റ്റാ. അവൻ എത്രയും പെട്ടെന്ന് 7 രൂപത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവാ. അവൻ എന്റെ അടുത്ത് ഇവിടെ മീറ്റ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പം വെയിറ്റ് ചെയ്യാൻ അവൻ വന്നോണ്ടിരിക്കായിരിക്കും. അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. വീറിന്റെ ക്ലോൺസ് വേറെ സൂട്ടിൽ ഇവിടെ വരട്ടെ. മരത്തിന്റെ പുറകിൽ നിന്ന് ഇവിടെ വരട്ടെ. കൊള്ളാം, ഇത് കൊള്ളാം. ഞാൻ സന്തോഷവാനാണ്. വെരി വെരി ഗ്ലാഡ്. എടാ ചിണ്ടു,
നീ ജീവിതകാലം മുഴുവൻ ഇവിടെ ഇരുന്ന് ചാട്ട് കഴിച്ചോ. ഞാൻ ഇവരുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. ഓ ശരി, നിങ്ങൾ കുറച്ച് ചാട്ട് കഴിക്കോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിണ്ടു മോനെ, ഞാൻ പറയുന്നതൊന്നും ഇവർ കേൾക്കുന്നില്ല. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഇവരോടൊന്ന് പറഞ്ഞേ. കുറച്ച് സമയത്തേക്ക് മതിയടാ. എന്ത് പറഞ്ഞാലും അവർ ചെയ്യണം. നിനക്ക് ഞാൻ ചാട്ട് തരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്റെ ഫ്രണ്ട് അല്ലേ നീ? ഇയാള് പറയുന്ന എല്ലാം കേക്ക്, ഇയാള് പറയുന്ന എല്ലാം ചെയ്യണം. നിങ്ങളെല്ലാവരും എന്റെ കൂടെ വരണം. നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്താം. മോനെ ചിണ്ടു, നീ ചാട്ട് കഴിക്ക്. ഞങ്ങളിപ്പോ വന്നേക്കാം. ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കുള്ളൂ. ഗുഡ്. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്ക്. ഇവൻ നമ്മുടെ ശത്രുവാണ്. ഇവൻ നിങ്ങളുടെ ഫേസ് വെച്ച് അലഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരെയും ഇവൻ ശല്യപ്പെടുത്തുന്നുണ്ട്. ഇവനെ കണ്ടെത്തി നിങ്ങൾ അവന്റെ കഥയങ്ങ് കഴിക്കുക. നമ്മൾ ഇവന്റെ കഥ അവസാനിപ്പിക്കും. നിങ്ങളുടെ കഴിവുകൾ കാണിക്ക്. അതോടുകൂടി അവൻ അവസാനിച്ചിരിക്കണം. അവൻ നിങ്ങളുടെ വേഷമിട്ട് ഇറങ്ങിയിരിക്കുകയാ. ഏത് വേഷത്തിലും അവൻ വരാം. ഈ എമ്മിന്റെ ലോഗോ ഒട്ടിച്ചാൽ നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റുമല്ലോ. വേഗം ചെല്ല്. ഫുർസത് ഗഞ്ചിലേക്ക് ചെന്ന് അവനെ കണ്ടെത്തി നശിപ്പിച്ചേക്ക്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? എന്റെ 7 രൂപങ്ങൾ ഒന്നിച്ചെങ്ങനെയാണ് വന്നത്? ഒറ്റയടിക്ക് 7 റോബോ പോയോ? എന്നാ ഞാനിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിക്കും. ഇംഗ്ലീഷ് ചുൾബുൾ ഓടിക്കോ. ഇവരെന്നെ അറ്റാക്ക് ചെയ്യാനാ വന്നിരിക്കുന്നത്. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ചിലപ്പോൾ നീ പോയി ചിണ്ടുനെ കണ്ടുപിടിക്ക്. ഞാൻ പോയി അപ്പൂപ്പനോട് കാര്യം പറഞ്ഞിട്ട് വരാം. അക്കാരനെ കാറ്റിൽ പുറത്ത് അവൻ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ പറന്നെത്തും. നീ എവിടെയാണ് വീർ? നേരിട്ട് വരൂ, എന്നിട്ട് കാണൂ. കുട്ടികൾ കരയുന്നത് കണ്ടില്ലേ? നിങ്ങൾ എല്ലാവരും നിലവിളിച്ച് ആ റോബോ ബോയെ വിളിക്ക്. അവൻ നിങ്ങളെ രക്ഷിക്കാനായിട്ട് വരില്ല. റോബോ ബോയ് തീർച്ചയായിട്ടും അവന്റെ അന്ത്യം അവനെ കാത്തു നിൽക്കുകയാണ്. നിങ്ങളെ രക്ഷിക്കാനായിട്ട് അവന് വരാൻ സാധിക്കില്ല. റോബോ ബോയ് തീർച്ചയായിട്ടും വരും. നീ നോക്കിക്കോ, ഇപ്പൊ തന്നെ വരും. പ്ലീസ് ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങൾ ഇവിടുന്ന് പോകാൻ സമ്മതിക്ക്. റോബോ ബോയ് തീർച്ചയായിട്ടും വരും അമ്മേ. എന്നെ വിശ്വസിക്ക്. മതി, കളിച്ചത് മതി റോബോ ബോയ്. ഞാൻ 3 വരെ എണ്ണുകയാണ്. നീ ഇനിയും പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഈ കാറ് ഞാൻ താഴെയിടാൻ പോവുകയാണ്. 1, 2. വേണ്ട, ഞങ്ങളെ എല്ലാരും വെറുതെ വിട്ടേക്ക്. പ്ലീസ് ഒന്നും ചെയ്യല്ലേ. അവന്റെ മുമ്പിൽ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യരുത്. ധൈര്യമായിട്ടിരിക്ക്. നമ്മളെ രക്ഷിക്കാൻ റോബോ ബോയ് തീർച്ചയായിട്ടും വരുമെന്നേ. റോബോ ബോയ്, ഇത് നിന്റെ അവസാനത്തെ ചാൻസ് ആണ്. ഞാൻ 2 എണ്ണി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. 3.
നിർത്ത്, അവരെ അങ്ങ് വിട്ടേക്ക്. നിങ്ങളുടെ ശത്രു ഞാനല്ലേ, അതുകൊണ്ട് അവരെ അങ്ങ് വിട്ടേക്ക്. വേണ്ട വീർ, വേണ്ട. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. റോബോ ബോയ് എത്തിയിരിക്കുകയാണ്. പക്ഷേ അവന് തിരിച്ചു പോകാനാവില്ല. എന്റെ കൂട്ടുകാരെ, ഇപ്രാവശ്യം അവൻ രക്ഷപ്പെടാൻ പാടില്ല. ഫയർ! വീർ, വീർ, വേണ്ട. അപ്പൂപ്പ എന്തെങ്കിലും ഒന്ന് ചെയ്യ് അപ്പൂപ്പ, അല്ലെങ്കിൽ വീർ കത്തിക്കരിഞ്ഞു പോകും. അപ്പൂപ്പ വീറിനെ രക്ഷിക്ക്. അപ്പൂപ്പ, റോബോ ബോയ്. ആ വണ്ടി എന്നെ വിട്ടേക്ക് വീർ. അപ്പൂപ്പ നിങ്ങളെങ്കിലും അവനോട് പറയൂ. വീർ, നിന്റെ എക്സ്ട്രാ പവർ യൂസ് ചെയ്യ മോനെ. വീർ, നിങ്ങളെല്ലാവരും കാറെടുത്ത് വേഗം പോയിക്കോളൂ. റോബോ ബോയ്. കുറെ ദിവസത്തിന് ശേഷം ഞാൻ കണ്ട സ്വപ്നം ഇതാ സഫലമായിരിക്കുകയാണ്. എക്സ്ട്രാ പവർ ഓൺ. പിടിക്കൂ അവനെ. ഇപ്രാവശ്യം അവൻ രക്ഷപ്പെട്ടു പോവരുത്. അപ്പൂപ്പ, ഡാമേജ് ബിയോണ്ട് സെൽഫ് ഡിഫൻസ് ആണ് ഏർപ്പെട്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ എന്നെ സഹായിച്ചേ പറ്റൂ. വീർ, ഞാൻ നിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഞാനിതാ വരുന്നു മോനെ. വീർ, വീർ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾ രണ്ടാളും വന്നു കഴിഞ്ഞാ പിന്നെ എനിക്കെന്താ പ്രശ്നം? എമിലി, ഞാൻ വീറിനെ ചെക്ക് ചെയ്യാം. നീ ടണലിൽ ചെന്ന് പുറത്തേക്കൊന്ന് നോക്ക്. എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാമല്ലോ. വീർ, ഞാൻ നിന്നെ നിർമ്മിച്ചത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാ മോനെ. പക്ഷെ നീ നിന്റെ ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നത് കാണുമ്പോ എനിക്ക് നിന്റെ കാര്യത്തിൽ വല്ലാത്ത അഭിമാനമുണ്ട് മോനെ. പക്ഷെ നിനക്കിങ്ങനെ ഡാമേജ് ഉണ്ടാവുമ്പോൾ എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നീ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് വേണ്ട എന്ന് തോന്നുക. നമുക്ക് രണ്ടുപേർക്കും ഈ സിറ്റി വിട്ട് ദൂരേക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക. ഇല്ല അപ്പൂപ്പ, ഞാൻ ജനിച്ചത് തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ്. അത് തന്നെയല്ലേ അപ്പൂപ്പന്റെ സ്വപ്നവും. ഇനി എനിക്ക് എന്തൊക്കെ ആയാലും ശരി, ജീവിതകാലം മുഴുവൻ അപ്പൂപ്പന്റെ ആ സ്വപ്നം ഞാൻ സഫലീകരിക്കും. I am proud of you, Veer. I am proud of you, my son. ഇംലി, നീ അപ്പൂപ്പനെ നന്നായി നോക്കിക്കോ. ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ വരാം. വീർ, ഞാൻ നിന്നെ തടഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്കറിയാം നീ ഇവിടെ നിൽക്കില്ലെന്ന് എനിക്കറിയാം. സൂക്ഷിക്കണം വീർ. ഓൾ ദി ബെസ്റ്റ്. ഏയ്, എങ്ങനെയുണ്ട് എന്റെ ഈ കളി? ഒന്ന് പതുക്കെ പതുക്കെ തിന്നടാ കുട്ടാ. ഞാൻ നിനക്കിങ്ങനെ ചാട്ടുകൾ പലതും തന്നു മടുത്തു. എനിക്ക് മതിയായി. ബോസ്, നിങ്ങൾ എന്നെ കൂട്ടിച്ച് കളഞ്ഞല്ലോ. എടാ ചിണ്ടു, നീ ഇവിടെ ഇരുന്ന് ചാട്ട് കഴിക്കാണോ? വേഗം വാ, വീറിന് അപകടമാണ്. വീർ ശക്തിശാലിയാണ്. അവൻ ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. അല്ലേ ചിണ്ടു? ഞാൻ പറഞ്ഞത് വളരെ ശരിയല്ലേ? ഇന്ന കുട്ട, ഈ ചാട്ട് മൊത്തം നീ അങ്ങ് കഴിക്കുക. നീ പറഞ്ഞത് ശരിയാ. വീർ ദ റോബോ ബോയ്ക്ക് ആരുടെ സഹായം ആവശ്യമില്ല. എന്റെ കൂട്ടുകാരനെ വെച്ച് നീ കളിപ്പിക്കുകയാണല്ലേ?
ഇപ്പൊ തന്നെ ഞാൻ നിനക്കൊരു പാഠം പഠിപ്പിച്ചത്. അല്ല ഞാനിവിടെ എന്തെടുക്കാ? ചേടാ വീണ്ടും തുടങ്ങിയോ? ഹേയ്, അവൻ ഇവിടെയുണ്ട്, ഇവിടെ. അപ്പൂപ്പ കലക്കി കളഞ്ഞു. പ്രശ്നം തീർന്നു. ഇല്ല ഇല്ല. Underwater suit on. Underwater suit on. അപ്പൂപ്പ 3 down. ഇനി 4 എണ്ണം കൂടിയുണ്ട്. No no no. ഏയ്, നീ എന്നെ അവിടെയാണോ തേടുന്നത്? ഞാൻ ഇവിടെ നിനക്കാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമോൺ, അറ്റാക്ക് മീ. അപ്പൂപ്പ 5 down. ഇനിയും 2 പേർ ബാക്കിയുണ്ട്. No! ആ വീരന്റെ പ്ലാനുകൾ വീണ്ടും വീണ്ടും തകർക്കുകയാണ്. Drill suit on. Drill suit on. അപ്പൂപ്പ 6 പേര് ഡൗൺ ആയി. ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. ഓ, ഈ എമ്മിന്റെ ലോഗോ കണ്ടിട്ടാണ് മാഡ് മാക്സ് ഇവനെ തിരിച്ചറിയുന്നത്. ഞാൻ ഇത് തട്ടിക്കളഞ്ഞ് മാഡ് മാക്സിനെ കൺഫ്യൂസ് ചെയ്യാൻ പോവാ. വീർ, തോറ്റ് പിൻവാങ്ങ്. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ ഫ്രണ്ടിനെ ഇവിടെ വെച്ച് തന്നെ കൊന്നുകളയും. ഇനി നീ എന്ത് ചെയ്യും വീർ? നിന്റെ ഈമില് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. വീർ, നിന്റെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബട്ടൺ പ്രസ് ചെയ്തേക്ക്. നീ സ്വയം അങ്ങ് നശിച്ചുപോ. ഇല്ലെങ്കിൽ നിന്റെ ഈ കൂട്ടുകാരിയെ ഞാൻ നശിപ്പിക്കും. വേഗമായിക്കോട്ടെ വീർ, നിന്റെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് സ്വയം നശിച്ചു പോവുക വേഗം. അല്ലെങ്കിൽ ഈമിലെ ജീവനോട് ഒരിക്കലും നീ കാണില്ല. നിങ്ങൾ പറയുന്ന പോലെ ചെയ്തേക്കാം ബോസ്.
അപ്പൂപ്പ എമിലി, വീർ ഞാനാണ്. ഞാൻ മാഡ് മാക്സിനെ അവന്റെ വഴിയിൽ ചെന്ന് തോൽപ്പിച്ചിരിക്കുകയാണ്. No! എനിക്ക് വീറിനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ലെന്നാ തോന്നുന്നത്. No! ഞാനൊരിക്കലും തോറ്റ് പിന്മാറില്ല. ചുൽബുൾ, ഞാനിവിടെ എന്തെടുക്കാ? സോറി വീർ, ഇതിനെല്ലാത്തിനും കാരണം ഞാൻ ഒരുത്തനാണ്. ഐ ആം സോറി. സാരമില്ല, സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഫുർസത്ത് ഗഞ്ചിലെ ജനങ്ങൾക്ക് പഴയതെല്ലാം മറന്നു പോകട്ടെ. അവർ കണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ മറന്നു പോകട്ടെ. മാഡ് മാക്സും ടിംബക്ടുവും എല്ലാം മറക്കട്ടെ. നീ ജിന്നാണെന്നും മറക്കട്ടെ. നീ വീറിന്റെ 7 ക്ലോൺസ് ഉണ്ടാക്കിയ കാര്യവും മറക്കട്ടെ. അകിടം പകിടം ആലം ഫാലം ഇകിടം ദികിടം ദം ദമാദം. എല്ലാവരും ആ സമയം മറക്കട്ടെ. വീർ പറഞ്ഞതെല്ലാം നടക്കട്ടെ. വാ ചിണ്ടു, ഇപ്പൊ നമുക്ക് നിന്റെ ചാട്ടുകടയിലേക്ക് പോകാം. ടിംബാക്ടു, നീ ഇവിടെ എന്താടാ ചെയ്യുന്നത്? നീ ഇവിടെ ഒരു പലഹാരക്കട തുടങ്ങിയോ? എന്താണ് നീ എന്നോട് പറയാതിരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ബോസ്. അല്ല, ഇത് ഞാൻ എപ്പോഴാ തുടങ്ങിയത്? അതുപോലെ എന്തിനാ തുടങ്ങിയത്? ഞാൻ തന്നെ ആകെ കുഴപ്പത്തില്ല. അല്ല, ഞാൻ എങ്ങനെയാ ഇവിടേക്ക് വന്നത്? സോറി ബോസ്, സോറി. ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അല്ല, ഈ കട ആരുടേതാ സഹോദര? ഇതങ്ങ് ഏറ്റെടുത്തോ? ഇത് മൊത്തം നീ തന്നെ എടുത്തു. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുവാണ്.